നമസ്കാരം. വിരാട വിനോദം ദ 60+ സെൻസറിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ എറണാകുളം ജംഗ്ഷൻ സീരീസ് തുടരുകയാണ്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാക്കനാട് ജംഗ്ഷനിലാണ്. കാക്കനാട് ജംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജില്ലയുടെ ഭരണ സ്ഥിരാകേന്ദ്രമാണ് കാക്കനാട്. സിവിൽ സ്റ്റേഷനും കളക്ട്രേറ്റും മറ്റ് സർക്കാരിൻ്റെ ജില്ലാ സ്ഥാപനങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നതും കാക്കനാടാണ്. പിന്നെ കൂടാതെ കാക്കനാട് എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയുള്ളത് കാക്കനാട് ഇൻഫോ പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ. ഇതാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കാര്യാലയം. ആ എപ്പുറത്ത് വലത്ത് കാണുന്നതാണ് ഈ എറണാകുളം സിവിൽ സ്റ്റേഷൻ. ഇതിൻ്റെ എല്ലാം ചുറ്റുമുള്ള കാഴ്ചകൾ ഒരു മോർണിംഗ് കാഴ്ചകളുണ്ട്, ഒരു ഞായറാഴ്ച എടുത്ത കാഴ്ചകളുണ്ട്. തിരക്ക് കുറഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടുവരാം. ഇത് സീപോർട്ട് എയർപോർട്ട് റോഡാണ്. കരിങ്ങാച്ചിറയിൽ നിന്നും കളമശ്ശേരി വരെ നീണ്ടു കിടക്കുന്ന സീപോർട്ട് എയർപോർട്ട് റോഡ്. ഇത് ഈ നിൽക്കുന്ന സ്ഥലം ഇത് എറണാകുളത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമാണ്. ഈ കാണുന്നത് ജില്ലാ പഞ്ചായത്ത് ഓഫീസും ലേശം പുറകോട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എറണാകുളം കളക്ട്രേറ്റുമാണ്. മതിലുകളിലെ എഴുത്തുകൾ കണ്ടാൽ അറിയാമല്ലോ, ഇതൊരു സർക്കാർ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലമാണ്. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് ഗേറ്റ് ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഈ കാണുന്നതാണ് കളക്ട്രേറ്റ് ബിൽഡിങ്, ഭരണസ്ഥിരാകേന്ദ്രം. ഈ സൈഡിൽ കാണുന്നുണ്ട് EVM VVPAT വെയർ ഹൗസ്, അതും ഇവിടെയാണ്. ഈ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിന് ചുറ്റും, അതായത് കളക്ട്രേറ്റ് ഇരിക്കുന്ന ബിൽഡിങ്ങിന് ചുറ്റും റോഡാണ് കേട്ടോ. ഈ ദൂരം മുമ്പിൽ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാന സിഗ്നൽ പോയിൻ്റാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് സീപോർട്ട് എയർപോർട്ട് റോഡും എറണാകുളം തേക്കടി ഹൈവേയും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാന ജംഗ്ഷനാണ്. ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ നമ്മൾ പാലാരിവട്ടത്തേക്ക്, ഇടത്തേക്ക് തിരിഞ്ഞാൽ കാക്കനാട് ജംഗ്ഷനിലേക്കും പോകും. ഇവിടുത്തെ ഏറ്റവും തിരക്കേറിയ ഒരു ജംഗ്ഷനാണ്, സിഗ്നൽ ജംഗ്ഷനാണിത്. ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ഇടത്തേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം തേക്കടി ഹൈവേ ആണ് ഈ റോഡ്. ഈ റോഡ് സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മതിലെന്ന് പറയുന്നത് എറണാകുളം സിവിൽ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടാണ്. ഇതിനകത്താണ് കളക്ട്രേറ്റും മറ്റ് ജില്ലാ ഓഫീസുകളെല്ലാം തന്നെ, സർക്കാർ ഓഫീസുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഈ വഴിയിലൂടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ മൂവാറ്റുപുഴ, മൂന്നാർ, അടിമാലി മൂന്നാർ വഴി പോകുന്ന വഴിയാണിത്. ഇതാണ് ജില്ലാ ഭരണകേന്ദ്രം എറണാകുളം സിവിൽ സ്റ്റേഷൻ എറണാകുളം. ഇതിനകത്താണ് കളക്ട്രേറ്റ് ഇരിക്കുന്നത്. ആണ് സിവിൽ സ്റ്റേഷൻ്റെ ഒരു പ്രധാന എൻട്രൻസ്. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാക്കനാട് ജംഗ്ഷനിൽ നമ്മൾ എത്തിച്ചേരും. കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വഴി ഇവിടെ രണ്ടായിട്ട് പിരിയും കേട്ടോ. ഇതിൽ വലത്തേക്ക് പോകുന്ന വഴി ഇൻഫോ പാർക്കിലേക്കും ഇടത്തേക്ക് ഇരിക്കുന്നത് കാക്കനാട് ജംഗ്ഷൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ തേക്കടി, തേക്കടി റോഡ്. ഇടത്തെ സൈഡിലാണ് തേക്കടി റോഡ്. ഈ സിവിൽ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ ഗേറ്റാണ്. ഇതിന് ചുറ്റും 3-4 ഗേറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാക്കനാട് ജംഗ്ഷനിലേക്കുള്ള വഴിയിലൂടെ പോവാം. ഇത് കാക്കനാട് ജംഗ്ഷനിലേക്ക് ഉള്ള വഴിയാണേ. നമ്മളിപ്പോൾ രണ്ടായിട്ട് പിരിയുന്നു എന്ന് പറഞ്ഞതിൽ ഈ ഇടത്തേക്കുള്ള വഴി. ഇതിൽ ആദ്യം വരുമ്പോൾ കാണുന്നത് ഇന്ത്യൻ കോഫി ഹൗസാണ്. ഓപ്പോസിറ്റ് മാർ അത്തനേഷ്യസ് ഹൈസ്കൂളാണ് കാക്കനാട്. ഇത് ഇന്ത്യൻ കോഫി ഹൗസ് തുറന്നിട്ടില്ല. 7:30ക്കാണ് സാധാരണ തുറക്കുന്നത്. ഞായറാഴ്ചയും കൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ താമസിക്കുമായിരിക്കും.
ഈ ചുറ്റുവട്ടത്ത് ഒളിച്ച് ജില്ലാ ഭരണകേന്ദ്രം എന്ന് പറഞ്ഞൊരു ബോർഡ് ഇത് വിളിച്ചിരിപ്പട്ടെ. ഇതിനകം മുഴുവൻ സിവിൽ സ്റ്റേഷൻ ബിൽഡിങ്ങാണ്. ഇതാണ് കാക്കനാട് ജംഗ്ഷൻ. ഇതൊരു ഞായറാഴ്ച കാഴ്ചയാണ്. ഒരു വർക്കിംഗ് ഡേയിലെ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തേക്കാം. എങ്കിലേ നിങ്ങൾക്ക് ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ നേരെ ഈ കാണുന്നത് എറണാകുളം തേക്കടി റോഡാണ്. നമ്മൾ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞാൽ ഈ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിന് ചുറ്റുമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ഇത് KBP എംപ്ലോയീസ് സഹകരണ കൺസ്യൂമർ സ്റ്റോറാണ്. ഈ മുമ്പിൽ കാണുന്നത് KBPS ആണ്, കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ്. അവരുടെ ഓഫീസും കെട്ടിടങ്ങളും KBPS. ഇത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഓഫീസിനും സിവിൽ സ്റ്റേഷനും ഇടയിലൂടെയുള്ള റോഡാണ്. തൃപ്പൂണിത്തുറ സൈഡിലേക്കുള്ള ബസ്സുകൾ ഈ വീഡിയോ തുടങ്ങിയത് ആ മുമ്പിൽ കാണുന്ന ജംഗ്ഷനിൽ നിന്നാണ്. ആ ബൈക്ക് പോകുന്നില്ലേ, ആ ജംഗ്ഷനിൽ നിന്നാണ് വീഡിയോ തുടങ്ങിയത്. അപ്പോൾ സിവിൽ സ്റ്റേഷൻ്റെ ഒരു റൗണ്ട് നമ്മൾ കറങ്ങി എത്തിക്കഴിഞ്ഞു. ഈ സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ ഈ റോഡിൽ നിന്നാണ് ആലുവ സൈഡിലേക്കുള്ള ബസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. തൊട്ട് താഴെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടങ്ങളാണ്. ഇതുവരെ നമ്മൾ ഇപ്പോൾ ഇത്തിരി മുമ്പ് കണ്ട KBPS, കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റിയുടെ കെട്ടിടങ്ങളാണ് നമ്മൾ മുമ്പേ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കാക്കനാട് ഗവൺമെൻറ് LP സ്കൂളുണ്ട്, കുസുമഗിരി സ്കൂൾ. അവിടെ നടക്കുന്ന എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന ഒരു ഇതാണ് നാട്ടുനന്മ നാട്ടുചന്ത എന്ന് പറയും. പച്ചക്കറി വിത്തുകൾ, പച്ചക്കറികൾ ഇതെല്ലാം അത് കാക്കനാട് കർഷകരുടെ സ്വന്തം സാധനമാണ്. പല പല സാധനങ്ങളുണ്ട്. നാടൻ ഫുഡ് ഐറ്റങ്ങൾ, നാടൻ പച്ചക്കറികൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. എല്ലാ ഞായറാഴ്ചയുണ്ട്. രാവിലെ 8 മണി മുതൽ 9:50 സാധനം തീരുന്നവരെ ആയിരിക്കും. 9 ആ സമയം വരെയുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചക്കറി ഇന്നത്തെ സംവിധാനവും വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഇതൊരു പുതിയ കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാക്കനാടിൻ്റെ പ്രഭാത കാഴ്ചകൾ, ഞായറാഴ്ചയിലെ പ്രഭാത കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനി ഞാനിപ്പോൾ ഈ പോകുന്ന റോഡെന്ന് പറയുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡാണ്. രാവിലെ കാണിച്ച ആ സിഗ്നൽ ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് ഇത്. അപ്പോൾ നമുക്ക് ഇനി ഇൻഫോ പാർക്കും എക്സ്പ്രസ് വേയും അവിടെ മുതൽ സീപോർട്ട് എയർപോർട്ടിൻ്റെ ഇങ്ങ് തീരുന്ന ആ ജംഗ്ഷൻ വരെയുള്ള തൃക്കാക്കരയിലേക്ക് എത്തുന്ന വഴി വരെയുള്ള കാഴ്ചകൾ കണ്ടു കളയാം. എന്തു പറയുന്നു? നമ്മൾ കാക്കനാട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കാക്കനാട് ഇൻഫോ പാർക്കാണ് അല്ലേ? ഇൻഫോ പാർക്കിൻ്റെ എക്സ്പ്രസ് ഹൈവേ ആണിത്. ഈ എക്സ്പ്രസ് ഹൈവേയിലൂടെ നമുക്കൊന്ന് ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. എക്സ്പ്രസ് ഹൈവേയുടെ നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന റോഡ് നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡാണ്. അതായത് കരിങ്ങാച്ചിറയിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന കളമശ്ശേരി വരെ എത്തിച്ചേരുന്ന റോഡ്. അവിടെ നിന്നാണ് ഈ എക്സ്പ്രസ് വേ ആരംഭിക്കുന്നത്. അപ്പോൾ പോയി നോക്കാം എന്തൊക്കെയുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞാലും മെട്രോയുടെ പണി നടക്കുകയാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും വളരെ മനോഹരമായിട്ടുള്ളൊരു
വഴിയായിട്ട് ഇത് മാറും. അല്ലെങ്കിൽ തന്നെ ഈ എക്സ്പ്രസ് വേ ഈ പണി നടക്കുന്നതിന് മുമ്പ് തന്നെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. കാരണം രണ്ട് സൈഡിലും മരങ്ങളും നടുക്കും മരങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള റോഡായിരുന്നു. പോയി നോക്കാം. എക്സ്പ്രസ് വേയിലൂടെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് കേട്ടോ. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അതുപോലെ ഇതാ ഈ കാണുന്ന വഴി രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രാജഗിരി കോളേജ് ഓഫ് എൻജിനീയറിങ്ങും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഇരിക്കുന്ന വഴിയാണിത്. ഇതിലൂടെയാണ് രാജഗിരി കോളേജ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോയി നോക്കാം. മെട്രോയുടെ പണി അതിവേഗം പുരോഗമിക്കുന്നത് 2026 ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അടുത്ത വർഷം നമുക്ക് അന്ന് പ്രതീക്ഷിക്കാം. അന്ന് ഇതിലൂടെ നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്യാം. ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണിത് കേട്ടോ. കാരണം ഇൻഫോ പാർക്കിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കൊമ്പൻ കമ്പനികളായ TCS, വിപ്രോ എന്ന് വേണ്ട ചെറിയ ഒരുപാട് കമ്പനികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് യാത്രക്കാർ ഈ വഴി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലൂടെ ഈ മെട്രോ വന്നതും. നേരെ കാണുന്നത് രാജഗിരി കോളേജിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അവരുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ആദ്യമായൊക്കെയാണ്. നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോയി തിരിച്ച് പല സ്ഥലത്ത് തന്നെ എത്താം. ഓക്കെ, വരൂ, കൂടെ പോകാം. എക്സ്പ്രസ് വേയിലൂടെ നമ്മൾ സൗത്ത് ഗേറ്റ് എത്താറായി കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കിൻഫ്രയുടെ കൺവെൻഷൻ സെൻറ്റർ, ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. അവിടെയാണ് എക്സിബിഷൻസ് ഇതെല്ലാം നടക്കുന്ന പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ഏതാണ്ടൊരു 9:30 സമയമാണ്. വലിയ തിരക്കായിട്ടില്ല. ഇവിടുത്തെ ട്രാഫിക് ഇതൊന്നും അല്ല ശരിക്കും. ഹോട്ടൽ, ഇവിടെ ഒരു ചെറിയ സെൻറ്റ് ഗ്രിഗോറിയസ് ജാക്കബൈറ്റ് സിറിയൻ ചാപ്പലുണ്ട്. ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഈ മെട്രോയുടെ പണിയെല്ലാം തീർന്ന് ഇവിടെ വളരെ ആയി മാറി. വളരെ സുന്ദരമായിട്ട് അല്ലെങ്കിൽ തന്നെ ഈ റോഡ് പണ്ട് വളരെ ഭംഗിയുള്ള റോഡായിരുന്നു. നടുക്കൂടെ വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് റോഡായിരുന്നു. ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. പേര് യുണൈറ്റഡ് സ്പോർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഇവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയാണ് സൗത്ത് ഗേറ്റ് എൻട്രൻസ്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിനകത്തോടെ ഈ എക്സ്പ്രസ് വേ സ്മാർട്ട് സിറ്റി റോഡിലേക്ക് അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് റോഡിലേക്ക് എത്തിച്ചേരും കേട്ടോ. നേരെ മുമ്പിൽ കാണുന്നതാണ് കാക്കനാട് പോലീസ് സ്റ്റേഷൻ. ഇതാണ് ഇൻഫോ പാർക്ക് സൗത്ത് ഗേറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ യാത്രകൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. വാട്ടർ മെട്രോയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ഇലക്ട്രിക് ബസ്സാണ് ഇപ്പോൾ പോയത് കേട്ടോ. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോ പാർക്കിൽ എത്താനായിട്ട് പറ്റും. ഇൻഫോ പാർക്കിൻ്റെ നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള ഇൻഫോ പാർക്കിന് ചുറ്റുവട്ടമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായും വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അപ്പോൾ കണ്ടു നോക്കുക. നമ്മൾ തിരിച്ച് എക്സ്പ്രസ് വേ തുടങ്ങിയിടത്ത് വന്ന് എത്തിച്ചേർന്നു കേട്ടോ. അതായത് സീപോർട്ട് എയർപോർട്ട് റോഡിലെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് ചിറ്റേത്തുകര എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ചിത്രപ്പുഴ പാലവും ചിത്രപ്പുഴ ആറും കാക്കനാട് മെട്രോ സ്റ്റേഷനൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ചേർത്തേക്കാം. അപ്പോൾ നമ്മൾ സീപോർട്ട് എയർപോർട്ടിലൂടെ കുറച്ച് യാത്ര ചെയ്ത് കാക്കനാട് ടൗണിലും അവിടുത്തെ എന്താ പറയുക സിവിൽ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ നമുക്ക് കാണാം. ഈ സ്ഥലത്തിൻ്റെ പേര് ചിറ്റേത്തുകര എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ്
സ്റ്റുഡിയോ മാക്സ് എന്ന് വേണ്ട നോയലിൻ്റെ ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ തുടങ്ങിയ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ മുമ്പോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റ് ഉണ്ടോ, ഇതാണ് എറണാകുളം ജില്ലാ ജയിലിൻ്റെ ഗേറ്റ്. ഇവിടുന്ന് മുമ്പോട്ട് കുറച്ച് നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെസ്സാണ്, കൊച്ചിൻ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ സ്ഥലങ്ങളും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഒക്കെയാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മുത്തൂറ്റ് ടെക്നോളജീസിൻ്റെ ബിൽഡിങ്ങാണിത്. കാണുന്നതാണ് ചുവന്ന പെയിൻ്റ് അടിച്ച കാണുന്നതാണ് നമ്മുടെ സെസ്സിൻ്റെ ഗേറ്റ്. തൊട്ടടുത്ത് മുത്തൂറ്റ് ടെക്നോളജീസ്. സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് കാക്കനാട് എത്തിച്ചേരേണ്ടതുണ്ട് നമ്മുടെ വീഡിയോ തുടങ്ങിയ സ്ഥലത്തേക്ക്. നമ്മൾ വീഡിയോ തുടങ്ങിയ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സിഗ്നൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു കേട്ടോ. ആ ജംഗ്ഷനിൽ തന്നെ താഴെ കേരള മീഡിയ അക്കാഡമി എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. സിനിമ ഷൂട്ടിങ്ങിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കാരാവാന അതുപോലെയുള്ള സെറ്റ് പരിപാടികളൊക്കെ നടക്കുകയാണ്. നമ്മൾ മീഡിയ അക്കാഡമി കണ്ടു കഴിഞ്ഞു. സിഗ്നൽ ജംഗ്ഷൻ നമ്മൾ ക്രോസ് ചെയ്തു. നമ്മൾ കണ്ട സിവിൽ സ്റ്റേഷൻ പരിസരമാണിത്. ഇതിൻ്റെ തൊട്ട് താഴെയും അടുത്തുമൊക്കെ ആയിട്ട് പല സർക്കാർ ഓഫീസുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പെയിൻറ്റിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയായിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോയി നോക്കാം. തൃക്കാക്കരയ്ക്ക് തിരിയുന്ന ഒരു ജംഗ്ഷനുണ്ട്, അവിടം വരെ നമുക്ക് പോയി നോക്കാം. ഫ്രാൻസിസ് ഡി സെയിൽസ് പ്രസ് ഇതാണ് സിവിൽ സ്റ്റേഷൻ്റെ എൻട്രൻസ്, പ്രധാന എൻട്രൻസ്. സിവിൽ സ്റ്റേഷൻ ബിൽഡിങ്ങുകളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് കാര്യാലയം ആണ് കാണുന്നത്. ഇക്കോ ഗ്രൂപ്പിൻ്റെ കെട്ടിടമാണ് എഴുതി വെച്ചേക്കുന്നത്. ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ആയിരിക്കണം. സിവിൽ സ്റ്റേഷൻ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞൊരു പള്ളി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഗോപുരവും അതിൻ്റെ ഒരു ആർച്ചും നമുക്കവിടെ കാണാം. ഈ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തൃക്കാക്കര മുനിസിപ്പൽ സഹകരണ ആശുപത്രി. ഇതാണ് അതിൻ്റെ പ്രധാന ബിൽഡിങ്. കാക്കനാട് ജംഗ്ഷനിൽ, അപ്പുറത്ത് ജംഗ്ഷനിൽ ഇതിൻ്റെ ആദ്യകാല കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവിടെ ഇപ്പോഴും ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് ആശുപത്രി കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ് കാണാം കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത അപ്പുറത്താണ് തൃക്കാക്കര മുനിസിപ്പൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അത് പറയാം, കാക്കനാട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പേര് മാവേലിപുരം എന്നാണേ. ഇതാണ് മാവേലിപുരം ഓണം പാർക്ക്. ഇവിടെ ഓണാഘോഷങ്ങൾ മറ്റ് ചില പരിപാടികളൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാറുണ്ട്. ഇതാണ് തൃക്കാക്കര ഓണം പാർക്കിൻ്റെ എൻട്രൻസ്. തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം ഓണം പാർക്ക്. ഇവിടെ എന്തൊക്കെ പരിപാടികൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. തൃക്കാക്കര കഥകളി സദസ്സുണ്ട്, മലയാള ഭാഷാ വാരാഘോഷ പരിപാടികളൊക്കെ ഇവിടെ ഉപയോഗിക്കും. ഈ വരുന്ന വഴി ഇൻഫോ പാർക്കിൽ നിന്നും വരുന്ന വഴിയാണ് കേട്ടോ. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ കാഴ്ചകൾ കാണാം. കാരണം ഇവിടെ നിന്ന് എടപ്പള്ളിക്ക് തിരിയുന്ന ഒരു ജംഗ്ഷനുണ്ട്. NGO ക്വാർട്ടേഴ്സിലേക്കൊക്കെ പോകുന്ന വഴി, എടപ്പള്ളിക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ നിന്ന് നമുക്ക് തിരിച്ച് ഇൻഫോ പാർക്ക് കാക്കനാട് ജംഗ്ഷനിലേക്ക് എത്താം. ഇടപ്പള്ളി പറഞ്ഞ ജംഗ്ഷനിലെത്തി. ഇടപ്പള്ളിയിലൊരു
ഓലിമുകൾ മസ്ജിദ്, ഓലിമുകൾ മസ്ജിദ്, ഉള്ളംപിള്ളി മൂല റോഡ്, പേര് മസ്ജിദുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് ഇതിലേക്ക് പോകും. വലിയൊരു മസ്ജിദാണല്ലോ. ഇന്ന് ഓലിമുകൾ ജംഗ്ഷൻ. ഈ പള്ളിയുടെ സൈഡിൽ കൂടെ ഉള്ള വഴിയിലൂടെയാണ് NGO ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നതും ആ വഴി നമുക്ക് ഇടപ്പള്ളിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇത് ഇൻഫോ പാർക്ക് റോഡാണ്. നമുക്കിനിയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കും അവിടെ നിന്ന് മുനിസിപ്പൽ ഓഫീസും കണ്ടുവരാം. നമ്മൾ തിരിച്ച് ഇൻഫോ പാർക്ക് റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊച്ചി തേക്കടി, എറണാകുളം തേക്കടി റോഡാണിത്. താഴെ കൂടെ പോകുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡ്. ഇതിൻ്റെ കൂടെ കൂടി ചേർന്ന് ജംഗ്ഷനാണ് ഓലിമുകൾ എന്ന് പറയുന്ന ജംഗ്ഷൻ. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ തേക്കടി റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇത് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കയറുന്ന സ്ഥലമാണ്. ഇതാണ് കാക്കനാട് ബസ് സ്റ്റാൻഡ്. നമ്മൾ കുറച്ച് മുമ്പ് കാക്കനാട് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ് കണ്ടിരുന്നു. ഇത് ഫ്രണ്ട് സൈഡാണ്. ഇതാണ് ബസ് സ്റ്റേഷൻ. തൊട്ടപ്പുറത്ത് കാണുന്ന കെട്ടിടമാണ് നഗരസഭാ കാര്യാലയം. തൃക്കാക്കര മുനിസിപ്പാലിറ്റി നഗരസഭാ കാര്യാലയം. മുനിസിപ്പാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ കാക്കനാട് സബ് പോസ്റ്റ് ഓഫീസ്. ഇതാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസാണിത്. ഇതാണ് KBPS റോഡ്. നമ്മൾ രാവിലത്തെ വീഡിയോയിൽ KBPS കാണിച്ചിരുന്നു. അപ്പോൾ ആ കാണിച്ച ഭാഗത്തേക്ക് എത്തിച്ചേർന്ന റോഡാണ് ASCB ഓഫീസ്. ഈ വഴിയാണ് പോലീസ് സ്റ്റേഷൻ ഒക്കെ ഇരിക്കുന്നത്. ഇത് നമുക്ക് അപ്പുറത്തായി KBPSൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ വഴി നമ്മൾ KBPSൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നത്. രാവിലത്തെ വീഡിയോ കണ്ടവർ ഓർക്കുന്നുണ്ടായിരിക്കും. നല്ല ചീര കിട്ടും കേട്ടോ. ആ ചുവന്ന മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് KPBS വഴി പോകുന്ന റോഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എറണാകുളം തേക്കടി റോഡ്. നമുക്ക് ആലുവയ്ക്കൊക്കെ ബസ് കിട്ടും. ആലുവയ്ക്ക് എറണാകുളത്തിനൊക്കെ ഇവിടെ ബസ് കിട്ടും. അത് KBPSൻ്റെ ഫ്രണ്ട്. ഇതാണ് സിവിൽ സ്റ്റേഷൻ വഴി മതിൽ. ആ മതിലിൻ്റെ ഓപ്പോസിറ്റ് KBPS വഴി വരുന്ന റോഡ് വന്നു ചേരുന്ന കാക്കനാട് ജംഗ്ഷൻ. ഇതാണ് ഒറിജിനൽ കാക്കനാട് ജംഗ്ഷൻ. എന്താണെന്നറിയില്ല, ഇന്ന് തിരക്ക് വളരെ കുറവാണ് കേട്ടോ. ഇനി നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ്, സിവിൽ സ്റ്റേഷൻ്റെ ഗേറ്റ് ഇവയൊക്കെ കാണാം. ഭരണസിക കേന്ദ്രം തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ കോഫി ഹൗസുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് തൃപ്പൂണിത്തുറയ്ക്കൊക്കെ ബസ് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. കാക്കടക്കുന്നതൊക്കെ തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന ബസ്സാണ്. കര പൊതു ശൗചാലയം ഇതൊക്കെയാണ് കാക്കനാടിലെ സിറ്റികൾ. തൃക്കാക്കര നഗരസഭയുടെ ഓപ്പൺ എയർ സ്റ്റേജ്. തൊട്ട് താഴെ തൊട്ട് വലത് സൈഡിലായിട്ട് ഹൈസ്കൂളും ഉണ്ട് കേട്ടോ. അവിടെ സ്കൂൾ കാക്കനാട് കൊച്ചി. മൂവാറ്റുപുഴയ്ക്കുള്ള ബസ് സ്റ്റോപ്പ് ഇതാണ്. ഈ റോഡിലൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ പാട്ടുപുരക്കൽ ഭഗവതി ക്ഷേത്രം കാണാം. അതുപോലെ ഗവൺമെൻറ് പ്രസ് അതിയായൊക്കെ ഈ വഴിയിലാണ്. നോക്കാം. വില്ലേജ് ഓഫീസ് ഈ വഴിയിലാണ്. കാരണം ഇതാണ് കാക്കനാട് വില്ലേജ് ഓഫീസ്. അകത്തേക്ക് കുറച്ച് കയറി പോകണം. കാക്കനാട് പാട്ടുപുരക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം.
പേര് ഗവൺമെൻറ് പ്രസ് റോഡ് എന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഇത് സബ് രജിസ്ട്രാർ ഓഫീസ്, കുറച്ച് പോയി കഴിഞ്ഞാൽ കോടതിയുമുണ്ട്. വീണ്ടും നമ്മൾ മെയിൻ റോഡിലെത്തി. ുള്ള ബസ്സും കാക്കനാട് നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ബസ്സെല്ലാം ഈ സ്റ്റോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. ഈ സ്റ്റോപ്പിലാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ഇൻഫോ പാർക്കിലേക്ക് പോകുന്നത്. ഈ വഴി രണ്ടായിട്ട് കുറച്ച് കഴിയുമ്പോൾ പിരിയുന്ന ഒന്ന് പട്ടിമറ്റം വഴി മൂവാറ്റുപുഴയ്ക്കും ഒന്ന് ഇൻഫോ പാർക്കിലേക്കും പോകും കേട്ടോ. കര മുനിസിപ്പൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പഴയ കെട്ടിടമാണ്. ഇവിടെ ഇപ്പോഴും ചില ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടേ. കുറച്ച് ജംഗ്ഷനിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ. തൃക്കാക്കര നഗരസഭ ഫിഷ് മാർക്കറ്റ്. ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് അപ്പുറത്ത് താഴേക്കൂടി ഒരു റോഡ് പോകുന്നത് അത് ഇൻഫോ പാർക്ക് റോഡ് തന്നെയാണ്. അതിനിടയ്ക്കുള്ള ഗ്യാപ്പിലാണിത്. അതുപോലെ ഓഫീസ് ഓഫ് ദ ജോയിൻറ്റ് ഡയറക്ടർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇവിടെയാണ്. കെമിക്കൽ എമർജൻസി റെസ്പോൺസ് സെൻറ്റർ ഇവിടെയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു മുനിസിപ്പൽ ലൈബ്രറി ഉണ്ട്. പിന്നെ നമ്മൾ ഈ കണ്ട സ്ഥലം ഓർക്കുന്നുണ്ടാവും, രാവിലെ ഞായറാഴ്ച നാട്ടുചന്ത നടക്കുന്ന സ്ഥലമാണ് തൊട്ടടുത്തുള്ള സ്കൂള്. ഇൻഫോ പാർക്കിലുള്ള KPMG എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ CSI ഫണ്ട് ഉപയോഗിച്ച് അവർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കലാകാരന്മാരാണ് ഈ സ്കൂളിൻ്റെ മതിലുകളിപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കൂളിൻ്റെ മതിലുകൾ തന്നെയല്ല, ഈ സ്കൂളിൻ്റെ അകത്ത് ക്ലാസ് മുറികളും ഒക്കെ പെയിൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ വെച്ചാണ് ഈ റോഡ് രണ്ടായിട്ട് പിരിയുന്നത്. അതിൽ ഈ താഴേക്ക് പോകുന്ന റോഡ് ഇൻഫോ പാർക്കിലേക്ക് നേരെ പോകുന്നത് മൂവാറ്റുപുഴയ്ക്കുമാണ്. പട്ടിമറ്റം മൂവാറ്റുപുഴ. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും കൊണ്ടുണ്ട്, എക്സസൈസ് ചെയ്യുന്ന ഒരു സ്ഥലം കൊണ്ടുണ്ട്. അതിൽ തൃക്കാക്കര എന്നൊക്കെ എഴുതിയിട്ടേക്കുന്നത്, തൃക്കാക്കര ലവ്സ് യു എന്ന് എഴുതിയിട്ടേക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. വൈകിട്ടൊക്കെ ഇവിടെ ധാരാളം ജനങ്ങളുണ്ട്. ഈ ജംഗ്ഷൻ്റെ പേര് IMG ജംഗ്ഷൻ എന്നാണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഓഫീസും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ട്രെയിനിങ് സെൻ്റർ ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇതിന് IMG ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ താഴേക്കൂടെ കിടക്കുന്ന റോഡിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഈ ജംഗ്ഷനിൽ തന്നെ തൃക്കാക്കര നഗരസഭ കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്. ഇവിടുന്ന് ഈ വഴിയാണ് ഇൻഫോ പാർക്കിലേക്ക്. നേരെ പുറയിൽ കാണുന്ന ഈ വഴിയും കാക്കനാട് നിന്നാണ് വരുന്നത്. സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇത് വരുന്നത്. ജംഗ്ഷനിൽ തന്നെ നമ്മുടെ വണ്ടർല അല്ലെ പട്ടിമറ്റത്തേക്ക് പോകുന്ന വഴിയിൽ ഹോമിയോയുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം, പിന്നെ റീജിയണൽ ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറി, ഇതൊക്കെ ഈ വഴിയാണ്. ഇവിടുന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് പട്ടിമറ്റത്തിന്, അതായത് ഈ വണ്ടർല വഴി പട്ടിമറ്റത്തിന് പോകുന്ന വഴിയാണത്. ഇവിടെ ഇവിടുന്ന് താഴേക്കുള്ള വഴി ഇൻഫോ പാർക്കിലേക്ക്. നമുക്ക് ഇൻഫോ പാർക്ക് റോഡ് വഴി പോവാം. ഇവിടെയാണ് എൻ്റെ കൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള രാത്രികാല വസതി. ഇത് കേരള സർക്കാർ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ സ്ഥാപനമാണ്. രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ താമസിക്കാനുള്ള സ്ഥലം. ഇൻഫോ പാർക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ജംഗ്ഷനാണ് കുഴിക്കാട്ടുപുഴ. കുഴിക്കാട്ടുപുഴയിൽ കാണുന്ന ഇതാണ് 1947 എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. വളരെ പഴക്കമുള്ള സ്വാതന്ത്ര്യ സമര ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്യുകയും ചിത്രങ്ങളുടെയൊക്കെ മോണിമെൻറ്റ്സ് ഒക്കെ വെച്ചിരിക്കുകയും ഗാന്ധിജിയുടെ പ്രതിമയും നെഹ്റുവിൻ്റെ പ്രതിമയും ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. താരതമ്യേന തെറ്റില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റാണ്. ഇതാണ് കുഴിക്കാട്ടുപുഴ ജംഗ്ഷൻ. ഈ കുഴിക്കാട്ടുപുഴ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലത്തേക്ക് തിരിഞ്ഞാലും ഇൻഫോ പാർക്കിലേക്ക് പോകാം. ഇൻഫോ പാർക്കിൻ്റെ സൗത്ത് ഗേറ്റിലേക്ക്. ഓക്കെ, ഇവിടെ നീ റോഡ്
ഇൻഫോ പാർക്കിൻ്റെ സൗത്ത് ഗേറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെയാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ ഉണ്ട്. ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെയൊക്കെ നോക്കുന്ന സോളാസ് കിഡ്സ് എന്ന് പറയുന്നൊരു സംഗതിയാണ്. അവിടെ ഇന്ദ്രിയ വെൽനസ് സെൻ്ററൊക്കെ ഇവിടെയാണ്, ഈ റോഡിലാണ്. ഒരു സെൻറ്റ് ഗ്രിഗോറിയോസ് ജാക്കബൈറ്റ് സിറിയൻ ചാപ്പലുണ്ട് ഇവിടെ. ഒരു ചർച്ചുണ്ട് ഇവിടെ. ഇത് ഓർമ്മപ്പെരുന്നാളായിരുന്നു, നവംബർ 1-2 തീയതികളിൽ കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഈ റോഡ് രണ്ടായിട്ട് തിരിയാണ്. ഒന്ന് താഴേക്ക് പോകുന്നതാണ് ഇൻഫോ പാർക്കിലേക്ക്. ജംഗ്ഷനിൽ നിന്ന് താഴേക്കുള്ള വഴിയെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് മൂലേക്കാവ് എന്നാണ്. ഇവിടെ ഒരു ഭഗവതി ശാസ്ത്ര ക്ഷേത്രമുണ്ട്. ഈ വഴി ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള ഈ വഴിയെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ വെയർ ഹൗസാണ്. അവിടെ ആമസോണിൻ്റെയൊക്കെ സ്റ്റോർ ഫെസിലിറ്റി ഒക്കെയാണ് അവിടെയുള്ളത്. ഈ കാണുന്നതാണ് 4 പോയിൻറ്റ്സ് ഷെറാട്ടൻ്റെ ഹോട്ടലാണ്. അത് സൗത്ത് ഗേറ്റിനകത്താണ് കേട്ടോ. ഈ റോഡ് ഇവിടെയാണ് ഒന്ന് എക്സ്പ്രസ് വേയിലേക്ക് ചെന്ന് കയറുന്നത്. താഴെ കാണുന്നതാണ് എക്സ്പ്രസ് വേയും അതിൻ്റെ ഇടത്ത് സൈഡിലായിട്ട് സൗത്ത് ഗേറ്റും. റോഡിലേക്കാണ് ഒന്ന് ചെയ്യുന്നത്. ഇത് വളരെ ട്രാഫിക് കുറഞ്ഞ സമയമാണ് ഇപ്പം, എന്താണെന്നറിയില്ല. മറ്റേത് ഇവിടെ ഇതെല്ലാം ബ്ലോക്കായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെയാണ് ഇത് വന്നിങ്ങനെ ചേരുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് കേട്ടോ. ഇനിയും നമുക്ക് തിരിച്ച് വീണ്ടും പുഴിക്കാട്ട് മൂലയ്ക്ക് പോകാം. അല്ലേ തിരിച്ച് നമ്മൾ വീണ്ടും പുഴിക്കാട്ട് മൂല എത്തി കേട്ടോ. നല്ല ട്രാഫിക്കാണ്. മിക്കവാറും സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പുഴിക്കാട്ട് മൂലയിൽ നിന്ന് ഒരു 100 മീറ്റർ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ സ്റ്റോപ്പിൻ്റെ പേരും കുസുമഗിരി എന്നാണ് പറയുന്നത്. കുസുമഗിരി ഹോസ്പിറ്റൽ ആൻഡ് ഓട്ടിസം സെൻ്റർ ഇതാണത്. ഓട്ടിസമുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യൽ കെയറൊക്കെ കൊടുക്കുന്നൊരു സ്ഥലമാണ്. ഇനിയും നേരെ പോയാൽ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ് ഈ കാണുന്നത്. പുഴിക്കാട്ട് മൂലയിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോരുമ്പോൾ കാക്കനാട് സ്ഥിരം കാണുന്ന അത്രയില്ലെങ്കിലും ട്രാഫിക് ജാം ഇവിടുത്തെ ഒരു സ്ഥിരം സംഗതിയാണ്. നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ സൈഡിലേക്ക് എത്താറായി. അപ്പോൾ നേരെ ഈ മുമ്പിൽ കാണുന്നത് ഇത് വളരെ പേരുകേട്ട ഒരു കാരാവൻ പറയുന്ന ഐസ്ക്രീം പാർലറാണ്. ഇരിക്കുന്നുണ്ട്. ഇനി മുമ്പിൽ കാണുന്നത് നോവോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടലായിരിക്കണം. ഇങ്ങനെ നോവോട്ടൽ കുഞ്ഞുങ്ങളിങ്ങനെ ക്യൂ ആയിട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ്. നോവോട്ടൽ റിറ്റ്സ് പ്ലാസ, ബർഗർ കിങ്. കാക്കനാട് രാത്രി കാണുക വളരെ രസകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എറണാകുളത്തെ ഉറങ്ങാത്ത ഒരു സ്ഥലമാണ് കാക്കനാടെന്ന് പറയാം. രാത്രിയിൽ ഇവിടെ ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ ഈ രാത്രി വീഡിയോസ് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. എങ്കിലേ അതിൻ്റെ ആസ്വാദ്യത നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ഇൻഫോ പാർക്കിൻ്റെ ഈ കാഴ്ചകളിലൂടെ കണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇൻഫോ പാർക്ക് റോഡാണ്. ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഇടച്ചിറ എന്ന് പറയും. ഇടച്ചിറയിൽ നിന്നും നമുക്ക് പട്ടിമറ്റത്തേക്ക് മൂവാറ്റുപുഴയ്ക്കൊക്കെ പോകാനായിട്ട് സാധിക്കും. ഈ വലത്തേക്ക് തിരിയുന്നതാണ് ഇൻഫോ പാർക്ക് റോഡ്. ഈ റോഡ്
പുത്തൻകുരിശ് കോലഞ്ചേരിയിലേക്ക് എത്തിച്ചേരും. ഈ വഴി തന്നെയാണ് സ്മാർട്ട് സിറ്റി BDP ഒക്കെ ഉള്ളത്. അകത്ത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വച്ചിരിക്കുന്ന 2 വീലറുകളാണ് നിങ്ങളീ കാണുന്നത്. ഇത് ഇൻഫോ പാർക്കിൻ്റെ ഒരു ഗേറ്റ്. പ്രധാന ഗേറ്റ് ഇവിടെയല്ല, കുറച്ചുകൂടെ പോകണം. ഇതിപ്പോൾ ഒരു ഓപ്പൺ ജിം കൂടെ ഉണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്തതാണ്. ഇതാണ് ഇൻഫോ പാർക്കിൻ്റെ പ്രധാന ഗേറ്റ്. ഇൻഫോ പാർക്ക് ഫേസ് 1ൻ്റെ പ്രധാന ഗേറ്റ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്മാർട്ട് സിറ്റിയുടെ ഗേറ്റ്. ഈ വഴി മുമ്പോട്ട് പോയി കുറച്ചുകൂടെ വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് വേയിലെത്താം കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്തു പറയുന്നു? ഇതാണ് എക്സ്പ്രസ് വേ ഒന്ന് കയറുന്ന സ്ഥലം. അങ്ങനെ നമ്മുടെ കാക്കനാട് ജംഗ്ഷൻ്റെ കാഴ്ചകൾ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എറണാകുളം ജംഗ്ഷൻ സീരീസ് വീണ്ടും തുടരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്ന 10 ജംഗ്ഷനുകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു. അപ്പോൾ അന്വേഷിച്ച് അല്ലെങ്കിൽ കണ്ടുവരുമ്പോൾ എറണാകുളത്ത് ഇനിയും ഒരുപാട് ജംഗ്ഷനുകൾ ബാക്കിയുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ജംഗ്ഷൻ മിക്കവാറും കളമശ്ശേരി ജംഗ്ഷനായിരിക്കും. അടുത്ത ജംഗ്ഷനും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും വേണം. തീർച്ചയായും ഓർക്കുമല്ലോ. ഓക്കെ, ബായ്.